ഹരിശ്രീഗണപതയേ നമഃ. ഹവിഘ്നമസ്തു. ശ്രീഗുരുഭ്യോ നമഃ. ഹരേ രാമ 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 ഹരേ ഹരേ. ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ. എല്ലാവർക്കും നമസ്കാരം. ശ്രീമദ് വാൽമീകി രാമായണം സുന്ദരകാണ്ഡ ദ്വിതീയ സർഗ. ഹനുമാൻ രാത്രി ലങ്കയിൽ പ്രവേശിക്കുന്നു. സസാഗരവനാദൃശ്യം അതിക്രമ്യ മഹാബല ത്രികൂടസ്യ തടേ ലങ്കാം സ്ഥിതാം സ്വസ്ഥോ ദദർശഃ. മഹാബലവാനായ ഹനുമാൻ ദുഷ്കരമായ സമുദ്രം കടന്ന് ത്രികൂട പർവ്വത ശിഖരത്തിൽ സ്ഥിതി ചെയ്യുന്ന ലങ്കാനഗരം സ്വസ്ഥനായി ഉറ്റുനോക്കി. ആശ്ചര്യം തന്നെ. തത പാദവമുക്തേന പുഷ്പവർഷേണ വീര്യവാൻ അഭിപൃഷ്ടാസ്ഥിതസ്തത്ര ബഭൂ പുഷ്പമയോ യഥാ. വൃക്ഷങ്ങൾ പൊഴിച്ച വിവിധ പുഷ്പങ്ങളാൽ മൂടപ്പെട്ട് പുഷ്പമയ ശരീരനായ ഹനുമാൻ അജ്ഞാനുസാരം കൃത്യങ്ങളെല്ലാം ചെയ്തു തീർത്ത വിജയിയായ വീരനെ പോലെ വിളങ്ങി. യോജനാനാം ശതം ശ്രീമാം സ്ത്രീത്വാപ്യുത്തമ വിക്രമ അനിശ്വസൻ കപിസ്തത്ര നഗ്ലാന്യം അധിഗച്ഛതി. ഉത്തമ പരാക്രമശാലിയായ ഹനുമാൻ 100 യോജന സമുദ്രം ചാടിക്കടന്നിട്ടും ക്ഷീണമെന്തെന്ന് അറിഞ്ഞതേയില്ല. അതിനാൽ ഒരു ദീർഘനിശ്വാസം കൂടി ഉണ്ടായില്ല. ശതാന്യഹം യോജനാനാം ക്രമേയം സുബഹൂന്യപി കിം പുനഃസാഗരസ്യാന്തം സംഖ്യാതം ശതയോജനം. ഞാൻ ഇനിയും 100 യോജനകൾ ചാടിക്കടക്കാം. പിന്നെ 100 യോജന എന്ന് അളന്ന് തിട്ടപ്പെടുത്തി ഈ സമുദ്രം ചാടിക്കടക്കുക എന്നത് പ്രയാസമുള്ള കാര്യമാണോ? സതുവീര്യവതാം ശ്രേഷ്ഠ പ്ലവതാം അഭിജോത്തമ ജഗാമ വേഗവാൻ ലങ്കാം ലങ്കയിത്വാ മഹോദതിം. വീരവീരനും ചാടിക്കടക്കുന്നവരിൽ വെച്ച് ഏറ്റവും വേഗതയുള്ളവനുമായ ഹനുമാൻ വൻ സമുദ്രം കടന്ന് ലങ്കയെ സമീപിച്ചു. ശാദ്വലാനിജ നീലാനി ഗന്ധവന്തീവനാനിജ ഗണ്ഡവന്തിജ മധ്യേന ജഗാമാ നഗവന്തിജ. തളിർത്തു നിൽക്കുന്ന പച്ച പുൽത്തകിടികളുടെ നീലനിറം ചേർന്നതും പാറക്കല്ലുകൾ നിറഞ്ഞതും മരങ്ങൾ തിങ്ങി വളർന്നതും പുഷ്പസൗരഭ്യം വ്യാപിച്ചതുമായ കാനനം വീക്ഷിച്ചുകൊണ്ട് മധ്യേയുള്ള വഴിയിലൂടെ ഹനുമാൻ നടന്നു. ശൈലാംശതരൂസംസന്നാൻ വനരാജീശ്ച പുഷ്പിത അഭിചക്രാമ തേജസ്വി ഹനുമാൻ പ്ലവകർഷഭ. തേജസ്വിയും വാനരശ്രേഷ്ഠനുമായ ഹനുമാൻ വൃക്ഷനിബിഡമായ മലകളെയും മലരണിക്കാടുകളെയും ചുറ്റി നടന്നു കണ്ടു. സസ്തസ്ഥിന്ന ജലേ തിഷ്ഠൻ വനാനുപവനാനിജ സനാഗാഗ്രേ ജതാം ലങ്കാം തദർശ പവനാത്മജ. ഹനുമാൻ ആ പർവ്വതശിഖരത്തിൽ നിന്നുകൊണ്ട് താഴെയുള്ള വനങ്ങളെയും പൂന്തോപ്പുകളെയും പർവ്വതാഗ്രത്തിൽ വിളങ്ങുന്ന ലങ്കാനഗരത്തെയും വീക്ഷിച്ചു. സരളാൻ കർണികാരാംശ്ച ഗർഭുരാംശ്ച സുപുഷ്പിതാൻ പ്രിയാളാൻ മുജലിന്ദാംശ്ച കുടജാൻ കേതകാനഭി പ്രിയങ്കൂൻ ഗന്ധപൂർണാംശ്ച നീപാൻ സപ്തജതാനഭി അസനാൻ ഗോപിതാരാംശ്ച കരവീരാംശ്ച പുഷ്പിതാൻ പുഷ്പഭാരനിബന്ധാംശ്ച തഥാ മുകുളിതാനഭി പാദപാൻ വിഹഗാകീർണാൻ പവനാതുതമസ്തകാൻ ഹംസകാരണ്ഡവാകീർണാവാഭി പദ്മോൽപലായുധാഃ അക്രീഡാൻ വിവിധാൻ രമ്യാൻ വിവിധാംശ്ച ജലാശയാൻ സന്തതാൻ വിവിധേ വൃക്ഷേ സർവർത്തു ഫലപുഷ്പിതൈഃ ഉദ്യാനാനി രമ്യാനി ദദർശ കവികുഞ്ചര. ഭംഗിയായിട്ട് പൂത്തുനിന്നിരുന്ന ദേവതാരം, ചെറുകൊന്ന, ഈത്ത, മുരൾ, നാരകം, കുടകപ്പാല, നറുമണം ചുറ്റും പരത്തുന്ന താഴമ്പൂ, ഞാഴ, പൂവണിഞ്ഞു നിൽക്കുന്ന ഏഴിലമ്പാല, വേങ്ങ, മന്ദാരം, അലരി, പുഷ്പഭാരത്താൽ ചാഞ്ഞും നിറയെ മുട്ടിറ്റും പക്ഷികൾ നിറഞ്ഞും കാറ്റേറ്റ് ഇളകിക്കൊണ്ടിരിക്കുന്നവയുമായ വൃക്ഷങ്ങൾ, അരയന്നങ്ങൾ, നീർക്കോഴികൾ എന്നിവ നിറഞ്ഞും താമര, നീലോൽപ്പലം എന്നിവ വിരിഞ്ഞു നിൽക്കുന്ന കുളങ്ങൾ, എല്ലാ ഋതുക്കളിലും പൂക്കുകയും കായ്ക്കുകയും ചെയ്യുന്ന വൃക്ഷങ്ങൾ, ചുറ്റിലുമുള്ള ഏരികൾ, ഭംഗിയുള്ള ക്രീഡാതടാകങ്ങൾ, പൂന്തോട്ടങ്ങൾ എന്നിവ ആ വാനരവീരൻ കണ്ടു. നിറയെ പൂത്തും തളിർത്തു നിൽക്കുന്ന വിവിധ വൃക്ഷലതാദികളോടുകൂടിയ ലങ്കയുടെ പ്രാന്തപ്രദേശത്തിൻ്റെ പ്രകൃതി ഭംഗി ഈ ശ്ലോകങ്ങളിൽ വർണ്ണിച്ചിരിക്കുന്നു. സമാസാദിജ ലക്ഷ്മീവാൻ ലങ്കാം രാവണപാലിതാം പരിഗാഭി സമദ്ഭാഭി സോൽപലാഭീരലങ്കൃതാം സീതാവഹരണാത്തേന രാവണേന സുരക്ഷിതാം സമന്താദ് വിചാരദ്ഭിശ്ച രാക്ഷസേ കാമരൂപിഭിഃ കാഞ്ചനേനാവൃതാം രമ്യാം പ്രാകാരേണ മഹാപുരീം
ഗ്രഹൈശ്ചാഗ്രഹസംകാശേ ശാരദാംബുധസന്നിഭേ പാണ്ഡരാഭി പ്രതോലീഭിരുച്ഛാഭീരഭിസംവൃതാം അട്ടാലകശതാകീർണാം പതാകാധ്വജമാലിനിം തോരണേ കാഞ്ചനേ ദീപ്താം ലങ്കാപങ്ക്തി വിചിത്രിതൈഹി ദദർശ ഹനുമാം ലങ്കാം ദിവി ദേവപുരീമിവ ഗിരിമൂർധ്നി സ്ഥിതാം ലങ്കാം പാണ്ഡരീർഭവനീശുവൈഹി സ ദദർശാകവി ശ്രീമാൻ പുരമാകാശകം യഥാ പാലിതാം രാക്ഷസേന്ദ്രേണ നിർമ്മിതാം വിശ്വകർമ്മണ പ്ലവമാനാമിവാകാശേ ദദർശ ഹനുമാൻ പുരിം വപ്രപ്രാകാരജഗനാം വിപുലാം ഭുവനാംബരാം ശതഗ്നിശൂലകേശാന്താം ഹട്ടാലകവദം സകാം മനസേവകൃതാം ലങ്കാം നിർമ്മിതാം വിശ്വകർമ്മണ ദ്വാരമുത്തരമാസാദ്യ ചിന്തയാമാസ വാനരഃ കൈലാസനിലയപ്രജ്ഞം മാലിഖന്ധമിവാംബരം ധ്രിയമാനമിവാകാശം ഉഷിതേർഭവനോത്തമൈഃ സമ്പൂർണാം രാക്ഷസേർഘോരേ നാഗേർഭോഗവതീമിവ അചിന്യാം സുഹൃതാം സ്പഷ്ടാം കുബേരാദുഷിതാം പുരാ ദംഷ്ട്രിഭിർബഹുഭിഃ ശൂലപട്ടിശിപാണിഭിः യക്ഷിതാം രാക്ഷസേർഘോരേ ഗുഹാമാശീവിരേ ശിവ തസ്യാശ്ചാമഹതിം ഗുപ്തിം സാഗരം ജാസമീക്ഷ്യ സഃ രാവണം ജരിമും ഘോരം ചിന്തയാമാസ വാനരഃ ആഗത്യാപീഹ ഹരയോപവിശ്യന്തി നിരർത്തകാഃ നഹി യുദ്ധേന വൈ ലങ്കാ ശക്യാ ജേതും സുരൈരവേ. താമരകളും ആമ്പലുകളും നിറഞ്ഞ കിടങ്ങുകളാൽ അലങ്കൃതവും സീതാപഹരണം മൂലം രാവണനാൽ സുരക്ഷിതവും രാവണപാലിതവുമായ ലങ്കയെ ഐശ്വര്യവാനായ ഹനുമാൻ പ്രാപിച്ചു. കടുത്ത വില്ലേന്തിയ അരക്കന്മാർ ചുറ്റും നടക്കുന്ന പൊന്മതിൽ കൊണ്ട് ചൂഴപ്പെട്ട് ചാരുവായ വൻപുരി, ശരൽക്കാലമേഘത്തിനൊത്ത മല പോലെയുള്ള മാളികകൾ, ഉയർന്ന വെൺപാതകൾ കൊണ്ട് ചുറ്റപ്പെട്ടത്, നൂറുകണക്കിന് കൊത്തളങ്ങൾ, കൊടിക്കൂറ പാറുന്ന കൊടിമരങ്ങൾ, നിരനിരയായി ലതകൾ കൊണ്ടും സുവർണ തോരണങ്ങൾ കൊണ്ടും അലങ്കൃതം. ദേവന്മാർ ദേവതാനിയെ കാണും പോലെ ഹനുമാൻ ഇപ്രകാരമുള്ള ലങ്കാപുരി കണ്ടു. ശോഭനങ്ങളായ ശുഭ്രഭവനങ്ങൾ തിങ്ങി മലമുകളിൽ നിലകൊള്ളുന്ന ലങ്കാപുരിയെ ആകാശത്തിൽ വർത്തിക്കുന്ന പുരി എന്ന പോലെ ആ വാനരൻ കണ്ടു. വിശ്വകർമാവ് നിർമ്മിച്ചതും രാക്ഷസരാജൻ രക്ഷിക്കുന്നതുമായ ലങ്കയെ ആകാശത്തിൽ പൊങ്ങിക്കിടക്കുന്ന പോലെ കണ്ടു ഹനുമാൻ. ചുറ്റുമതിലാകുന്ന അരക്കെട്ടും കടലും കാടുമാകുന്ന ചേലയും ശതഗ്നി ശൂലകേശങ്ങളും കൊത്തളക്കാതിലയും ഉള്ളതും വിശ്വകർമാവിനാൽ നിർമ്മിതവും മനസ്സുകൊണ്ടെന്ന പോലെ തീർക്കപ്പെട്ടതുമായ ലങ്കയുടെ വടക്കേ കോട്ടവാതിക്കലെത്തി ഹനുമാൻ ആലോചിച്ചു. കൈലാസശൈലം പോലെ ഉന്നതങ്ങളായ ഉത്തമ ഗ്രഹങ്ങൾ മാനത്തെ ഉരുമുന്നുവോ അതോ മാനത്തെ തങ്ങി നിർത്തുന്നുവോ? ഭോഗവതി നാഗങ്ങളാൽ എന്ന പോലെ രാക്ഷസന്മാരാൽ നിറയപ്പെട്ടതാണ് ഇത്. അചിന്ത്യവും വ്യക്തമായും ശോഭനമായും നിർമ്മിതവുമായ ഇതിൽ പണ്ട് കുബേരൻ വാണിരുന്നു. ശൂരരും ദ്രംഷ്ടികളും ശൂലപട്ടിശപാണികളും ഘോരന്മാരുമായ രാക്ഷസന്മാരാൽ പാമ്പുകളാൽ എന്ന പോലെ പാലിക്കപ്പെടുന്നതാണ് ഇത്. ലങ്കയുടെ കനത്ത കാവലും കടലും കണ്ടും ഘോരശത്രുവായ രാവണനെ ഓർത്തും വാനരൻ വിചാരിച്ചു, കവികൾ ഇവിടെ വന്നാലും പ്രയോജനമില്ല. യുദ്ധം കൊണ്ട് ലങ്കയെ കീഴടക്കാൻ ദേവന്മാർക്ക് പോലും ആവില്ല. ഇമാം ദോ വിഷമാം ദുർഗാം ലങ്കാം രാവണപാലിതാം പ്രാപ്യാസി സമഹാബാഹോ കിം കരിഷ്യതി രാഘവഃ. രാവണപാലിതവും ദുഷ്പ്രാപവും എങ്ങനെ എന്നറിയാൻ കഴിയാത്തതുമായി ലങ്കയിൽ എത്തിച്ചേർന്നാലും വീരനായ രാഘവന് എന്തു ചെയ്യാൻ കഴിയും? ഏതു വീരനും എളുപ്പത്തിൽ പ്രവേശിക്കാൻ കഴിയുന്നതല്ല ലങ്ക. അതിൻ്റെ നിർമ്മാണവും സംരക്ഷണവും കാവൽ സംവിധാനവും അത്തരത്തിലുള്ളതാണ് എന്ന് വ്യംഗ്യമായിട്ട് സൂചിപ്പിച്ചിരിക്കുന്നു. അവകാശോ ന സാന്ത്വസ്യ രാക്ഷസേഷ്വഭിഗമ്യതേ ന ദാനസ്യ ന ഭേദസ്യ നൈവ യുദ്ധസ്യ ദൃശ്യതേ. സാമദാന ഭേദദണ്ഡങ്ങൾ, അതാണ് ചതുരുപായങ്ങൾ, രാക്ഷസന്മാരിൽ പ്രയോഗിക്കാൻ സാധ്യമല്ല. സ്വതവേ ക്രൂരപ്രകൃതികളായതിനാൽ നല്ല വാക്ക് സാമം കൊണ്ട് കാര്യമില്ല. സമ്പന്നരായതിനാൽ ദാനം കൊണ്ടും നിർഭയരായതിനാൽ ഭേദം കൊണ്ടും മായാവിദ്യയും പരാക്രമവുമുള്ളവരായതിനാൽ ദണ്ഡം കൊണ്ടും രാക്ഷസരെ നേർവഴിക്ക് കൊണ്ടുവരാൻ കഴിയില്ല എന്ന് ആശയം. ചതുർനാമേവ ഹി ഗതിർവാനരാണാം മഹാത്മനാം വാലിപുത്രസ്യ നീലസ്യ മമ രാജ്ഞശ്ച ധീമത. വാലിപുത്രനായ അംഗദൻ, നീലൻ, ബുദ്ധിമാനായ വാനരരാജാവ് സുഗ്രീവൻ, ഞാൻ, ഇങ്ങനെ പരാക്രമികളായ 4 വാനരന്മാർക്ക് മാത്രമേ ഈ ലങ്കയിലേക്ക് കടക്കുവാൻ സാധിക്കുകയുള്ളൂ.
യാവജ്ഞാനാപി വൈദേഹ്യം യതി ജീവതി വാനവ തത്രൈവ ചിന്തയിഷ്യാമി ദൃഷ്ട്വാ താം ജനകാത്മജാം. യാവജ്ഞാനാമി വൈദേഹ്യം യതി ജീവതി വാനവ തത്രൈവ ചിന്തയിഷ്യാമി ദൃഷ്ട്വാ താം ജനകാത്മജാം. ജനകപുത്രിയായ സീത ജീവിച്ചിരിപ്പുണ്ടോ ഇല്ലയോ എന്ന് ആദ്യം അറിയട്ടെ. അവളെ കണ്ടതിന് ശേഷം എന്തു വേണ്ടു എന്ന് ചിന്തിക്കാം. സീത ജീവിച്ചിരിപ്പുണ്ടെന്ന് കണ്ട് തീർച്ചയായ ശേഷമേ അനന്തരകരണീയത്തെക്കുറിച്ച് ചിന്തിക്കേണ്ടതുള്ളൂ. അല്ലാതുള്ള പ്രയത്നം വ്യർത്ഥം എന്നിവിടെ ആശയം. ചിന്തിച്ച് പ്രവർത്തിക്കുന്ന ഹനുമാന്റെ സ്വഭാവം ഇവിടെ തെളിഞ്ഞു കാണാം. തതസാ ചിന്തയാമാസ മുഹൂർത്തം കവികുഞ്ചര ഗിരിശൃംഗേ സ്ഥിതസ്തസ്മിൻ രാമസ്യാഭ്യുദയേ രഥഃ. സീതാദേവിയെ കാണുക എന്ന രാമകാര്യത്തിൽ മാത്രം മനസ്സൂന്നി കുറച്ചുനേരം ഹനുമാൻ പർവ്വതശൃംഗത്തിൽ നിന്ന് ചിന്തിച്ചു കൊണ്ടിരുന്നു. അനേന രൂപേണ മയാന ശക്യ രക്ഷസാംബുരി പ്രവേഷ്ടും രാക്ഷസീർഗുപ്ത ക്രൂരേ ബലസമന്വിതൈഃ. ക്രൂരന്മാരും ബലവാന്മാരുമായ രാക്ഷസന്മാർ സംരക്ഷിച്ചു വരുന്ന ഈ ലങ്കയിൽ ഈ രൂപത്തിൽ പ്രവേശിക്കുക എന്നത് അസാധ്യമാണ്. ഉഗ്രൗജസോ മഹാവീര്യ ബലവന്തശ്ച രാക്ഷസാഃ വഞ്ചനീയാ മയാ സർവേ ജാനകിം പരിമാർഗത. സീതയെ അന്വേഷിക്കുന്ന ഞാൻ ബലവാന്മാരും പരാക്രമികളുമായി രാക്ഷസന്മാരെ വഞ്ചിക്കുക തന്നെ വേണം. എന്നാൽ മാത്രമേ അന്വേഷണം വിജയപ്രദമാവുകയുള്ളൂ. ലക്ഷ്യാലക്ഷ്യേണ രൂപേണ രാത്രോ ലങ്കാപുരീമയ പ്രവേഷ്ടും പ്രാപ്തകാലം മേ കൃത്യം സാധയിതും മഹത്. മറ്റുള്ളവർക്ക് എളുപ്പത്തിൽ കാണാൻ കഴിയാത്ത രൂപത്തോടു കൂടി രാത്രിയിൽ ലങ്കയിൽ കടന്ന് സീതയെ അന്വേഷിക്കാം. ഈ മഹത്തായ കാര്യം സാധിക്കുവാനായി അകത്ത് കടക്കുവാൻ യോജിച്ച സമയമാണ് ഇപ്പോൾ. താംപുരീം താദൃശീം ദൃഷ്ട്വാ ദുരാദർശാം സുരാസുരൈഃ ഹനുമാൻ ചിന്തയാമാസ വിനിശ്വസ്യ മുഹുർമുഹു. ദേവാസുരന്മാർക്ക് പോലും കടക്കാൻ കഴിയാത്ത ലങ്കയെ നോക്കി പലവട്ടം നെടുവീർപ്പിട്ട് ഹനുമാൻ ഇപ്രകാരം ചിന്തിച്ചു. കേനോപായേന പശ്യേയം മൈഥിലിം ജനകാത്മജാം അദുഷ്ടോ രാക്ഷസേന്ദ്രേണ രാവണേന ദുരാത്മന. ദുരാത്മാവായ രാവണന്റെ ദൃഷ്ടിയിൽപ്പെടാതെ ജനകപുത്രിയായ സീതയെ അന്വേഷിക്കേണ്ടതിന് എന്തുപായമാണ് സ്വീകരിക്കേണ്ടത്? വിനശ്യേത് കഥം കാര്യം രാമസ്യ വിധിനാത്മന ഏകാമേകശ്ച പശ്യേയം രഹിതേ ജനകാത്മജാം. സീതയെ കണ്ടെത്തി സന്ദേശം അറിയിക്കാമെന്ന് ഞാൻ ശ്രീരാമനോട് പ്രതിജ്ഞ ചെയ്തിട്ടുണ്ട്. അതിന് വിഘ്നം സംഭവിക്കത്തക്ക വിധം ഏകാന്തത്തിൽ വസിക്കുന്ന സീതയെ ഏകനായി ചെന്ന് കാണാൻ കഴിയുമോ? സമുദ്രം ചാടിക്കിടന്ന് ലങ്കയിൽ എത്തിച്ചേർന്നു. സീതയെ അന്വേഷിച്ച് കണ്ടെത്തി രാമസന്ദേശം അറിയിക്കുകയാണ് ഇനി വേണ്ടത്. ദേവി രാക്ഷസികളുടെ കർശനമായ മേൽനോട്ടത്തിൽ ഒറ്റയ്ക്ക് കഴിയുകയാണ്. അവരുടെ എല്ലാം കണ്ണുവെട്ടിച്ച് എങ്ങനെയാണ് അവിടെ എത്തിച്ചേരുക? എത്തിച്ചേർന്നാൽ തന്നെ കാണാനും സംസാരിക്കാനും സാധിക്കുമോ? ഈ ചിന്തകളാണ് ഹനുമാന്റെ മനസ്സിനെ മതിച്ചുകൊണ്ടിരുന്നത്. ഭൂതാശ്ചാർത്താ വിപദ്യന്തേ ദേശകാല വിരോധിതാഃ വിക്ലവം ദൂതമാസാദ്യ തമസൂര്യോദയേ യഥാ അർത്ഥാനർത്ഥാന്തരേ ബുദ്ധിർനിശ്ചിതാ വീനശോഭതേ കാതയന്തി ഹി കാര്യാണി ദൂതാവണ്ഡിതവാനിനഃ. വിനശ്യേത് കഥം കാര്യം വൈക്ലവ്യം ന കഥം ഭവേത് ലംഘനം ച സമുദ്രസ്യ കഥം നു ന ഭവേത് വൃഥാ മയി ദൃഷ്ടേ ദുരക്ഷോ വീരാമസ്യ വിദിതാത്മന ഭവേത് വ്യർത്ഥമിദം കാര്യം രാവണാനർത്ഥമിച്ഛത നഹി ശക്യം കുജിസ്ഥാതും അവിജ്ഞാതേന രാക്ഷസൈഃ അഭിരാക്ഷസരൂപേണ കിമുദാനേന കേനചിത് വായുരപ്യത്ര നാജ്ഞാതശ്ചരേദിതി മതിർമമ ന ഹ്യസ്ത്യ വിദിതം കിഞ്ചിത് രാക്ഷസാനാം ബലീയസാം ഇഹാഹം യദി തിഷ്ഠാമി സേനരൂപേണ സംവൃതഃ വിനാശമുപയാസ്യാമി ഭർത്തുരർത്ഥശ്ച ഹ്രിയതേ തദഹം സേനരൂപേണ രജന്യാം ഹ്രസ്വതാം ഗതഃ ലങ്കാം അഭിഗമിഷ്യാമി രാഘവസ്യാർത്ഥസിദ്ധയേ രാവണസ്യ പുരീം രാത്രോ പ്രവിശ്യ സുദുരാസദാം വിജിന്വൻ ഭവനം സർവം ദ്രക്ഷ്യാമി ജനകാത്മജാം ഇതി സംചിന്യ ഹനുമാൻ സൂര്യാസ്തമയം കവിഃ ആജകാംക്ഷേ തഥാ വീരോ വൈദേഹ്യ ദർശനോത്സുകഃ സൂര്യേജാസ്തം ഗതേ രാത്രോ ദേഹം തം ക്ഷിപ്യ മാരുതിഃ പൃഷദംശകമാത്രസൻ ബഭൂവാത്ഭുതദർശനഃ പ്രദോഷകാലേ ഹനുമാൻ സ്തൂർണമുൽപൃത്യ വീര്യവാൻ പ്രവിവേശ പുരീം രമ്യാം സുവിഭക്തമഹാപദാം പ്രാസാദമാലാവിദതാം സ്തംഭേ കാഞ്ചനരാജദേഹി ശാതകുംഭമയേർജാലേർഗന്ധർവ നഗരോപമാം
സപ്തഭൗമാഷ്ടഭൗമേശ്ച ദദർശ മഹാപുരിം തലേ സ്ഫാടിക സങ്കീർണേ കാർത്തസ്വര വിഭൂഷിതൈ വൈദൂര്യമണിചിത്രൈശ്ച മുക്താജാലവിരാജിതൈ തലേഷു ശുഭിരേതാനി ഭവനാന്യത്ര രക്ഷസാം കാഞ്ചനാനി വിചിത്രാണി തോരണാനി ജരക്ഷസാം ലങ്കാമുദ്യോദയാമാസു സർവതഃ സമലം കൃതാം അചിന്യാം അത്ഭുതാകാരാം ദൃഷ്ട്വാ ലങ്കാ മഹാകവിഃ ആസീത് വിഷണ്ണോ ഹൃഷ്ടശ്ച വൈദേഹ്യ ദർശനോത്സുകഃ സ പാണ്ഡരോ വിദ്ധവിമാനമാലിനിം മഹാഹജാംബൂനദജാലതോരണാം യശസ്വിനിം രാവണബാഹുപാലിതാം ഷഭാചരേ ഭീമബലേ സമാവൃതാം ചന്ദ്രോപി സാജിവ്യമിവാസ്യ കുർവം സ്ഥാരാഗണേർമധ്യഗതോ വിരാജൻ ജ്യോത്സ്നാവിധാനേന വിദഗ്ധ്യ ലോകം ഉത്തിഷ്ഠതേനൈകസഹസ്രരശ്മിഃ ശംഖപ്രഭം ക്ഷീരമൃണാലവർണം ഉൽഗച്ഛമാനം ഭവഭാസമാനം ദദർശ ചന്ദ്രം സകവിപ്രവീര പോപ്ലോയമാനം സരസീവഹംസം ശംഖപ്രഭം ക്ഷീരമൃണാലവർണം ഉൽഗച്ഛമാനം ഭവഭാസമാനം ദദർശ ചന്ദ്രം സകവിപ്രവീര പോപ്ലോയമാനം സരസീവഹംസം. ദുരാത്മാവായ രാക്ഷസരാജൻ രാവണൻ കാണാതെ ഞാൻ എന്തുപായത്താൽ ജനകപുത്രിയെ കണ്ടെത്തും? ആത്മജ്ഞനായ രാമന്റെ കാര്യത്തിന് കോട്ടം വരാതെ എങ്ങനെ കഴിക്കും? ഏകാന്തത്തിൽ ഏകാഗ്നിയായ സീതയെ ഞാൻ എങ്ങനെ ഒറ്റയ്ക്ക് കാണും? അസമീക്ഷകാരികളായ ദൂതന്മാരുടെ ദേശകാല വിരുദ്ധങ്ങളായ പ്രവൃത്തികൾ കൊണ്ട് സാധിച്ച കാര്യങ്ങൾ കൂടി സൂര്യോദയത്തിൽ ഇരുളെന്ന പോലെ മൂടിയും നിശ്ചയിച്ചുറച്ച കാര്യകാര്യങ്ങൾ പോലും പ്രയോജനപ്പെടുകയില്ല. പണ്ഡിതമാനികളായ ദൂതന്മാർ കാര്യങ്ങൾ കെടുത്തു. കാര്യം എങ്ങനെ നശിക്കാതിരിക്കും? എനിക്ക് ബുദ്ധിമോശം വരാതിരിക്കുന്നത് എങ്ങനെ? കടൽ ചാടിക്കിടന്നത് പാഴാകാതിരിക്കുന്നത് എങ്ങനെ? എന്നെ അരക്കർ കണ്ടെത്തിയാൽ രാവണ വിനാശം ആശിക്കുന്ന ആത്മജ്ഞനായ രാമന്റെ കാര്യം വ്യർത്ഥമായി തീരും. രാക്ഷസ രൂപമെടുത്താൽ പോലും അവരറിയാതെ ഇവിടെ നിൽക്കാൻ ഒരിടവുമില്ല. മറ്റു രൂപത്തിലായാൽ പറയാനുമില്ല. അറിയാതെ കാറ്റുപോലും ഇവിടെ വീശുകയില്ല എന്ന് തോന്നുന്നു. ക്രൂരകർമാക്കളായ അരക്കർക്ക് അറിയാത്തതായിട്ട് ഇവിടെ യാതൊന്നുമില്ല. ഞാനിവിടെ സ്വന്തം രൂപത്തിൽ നിന്നാൽ തുലയും, സ്വാമികാര്യവും മുടിയും. അതിനാൽ സ്വന്തം രൂപം ചെറുതാക്കി രാമകാര്യം സാധിക്കുന്നതിന് രാത്രിയിൽ ലങ്കയിൽ കടക്കാം. ദുഷ്പ്രവേശമായ രാവണപുരിയിൽ രാത്രിയിൽ പ്രവേശിച്ച് എല്ലാ വീട്ടിലും തേടി സീതയെ കണ്ടെത്തും. വൈദേഹി ദർശനോത്സുകനായ ആ വീരവാനരൻ ഇപ്രകാരം നനച്ച് സൂര്യാസ്തമയവും കാത്തിരുന്നു. സൂര്യൻ അസ്തമിക്കെ രാത്രിയിൽ മാരുതി പൂച്ചയോളമുള്ള അത്ഭുത രൂപമെടുത്തു. രാജപാതകൾ കൊണ്ട് വേർതിരിക്കപ്പെട്ടതും മനോഹരവുമായ പുരിയിൽ പ്രദോഷ സമയത്ത് വേഗം മേലോട്ട് ചാടി അകത്ത് കടന്നു. സീതാദേവിയുടെ കാലടികൾ സ്മരിച്ച് ഉടൽ കടുകുമണിയോളം ചെറുതാക്കി ഇടതുകാൽ മുമ്പിൽ വെച്ചുകൊണ്ടാണ് ഹനുമാൻ ലങ്കയിലേക്ക് പ്രവേശിക്കാൻ തുടങ്ങുന്നത്. ഇടതുകാൽ വെച്ച് എവിടേക്ക് പ്രവേശിക്കുന്നുവോ അവിടം നശിക്കുമെന്നാണ് പരമ്പരാഗതമായ വിശ്വാസം. ലങ്കയുടെ നാശം ലക്ഷ്യമാക്കി ഹനുമാൻ ഇടതുകാൽ മുമ്പിൽ വെച്ച് ഉള്ളിൽ കടപ്പാൻ ഒരുങ്ങിയത് തികച്ചും ഉചിതമായിട്ടുണ്ട്. സീതാ പാദസ്മരണത്തിൻ്റെ ഔചിത്യവും ശ്രദ്ധേയമാണ്. വീരനായ ഹനുമാൻ സന്ധ്യയോടെ, അതായത് പ്രദോഷവേളയിൽ വിശാലവും മനോഹരവുമായ രാജവീതികളോടുകൂടിയ ലങ്കാനഗരിയിൽ അതിവേഗം ചാടിക്കടന്ന് പ്രവേശിച്ചു. പകൽ അവസാനിച്ച് രാത്രി തുടങ്ങുന്ന മുഹൂർത്തമാണ് പ്രദോഷം. പ്രദോഷം രജനീമുഖമാണെന്ന് പറയപ്പെടുന്നു. സ്വർണവും വെള്ളിയും കൊണ്ട് പണി ചെയ്ത തൂണുകൾ, സ്വർണമയങ്ങളായ ജനലുകൾ, സ്ഫടികക്കല്ലുകൾ പാകി സ്വർണം കൊണ്ട് അലങ്കരിച്ച വിശാലങ്ങളായ തളങ്ങൾ എന്നിവയോടുകൂടിയ 7-8 നിലകളുള്ള മണിമാളിക പങ്ക്തികൾ ചേർന്ന ഗന്ധർവ നഗരതുല്യമായ മഹാനഗരം ഹനുമാൻ ദർശിച്ചു. വൈഡൂര്യരത്നങ്ങൾ പതിച്ചവയും മുത്തുമാലകളാൽ അലങ്കരിക്കപ്പെട്ടവയുമായ തളങ്ങൾ ചേർന്ന രാക്ഷസ മന്ദിരങ്ങൾ അത്യധികം ശോഭിച്ചു. സ്വർണ്ണനിർമ്മിതങ്ങളും വിചിത്രങ്ങളുമായ കട്ടിളകൾ